വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അഖില മിസ് ആണ്. സോ നമ്മുടെ എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പഠിച്ചിരിക്കേണ്ട കുറേ ചോദ്യങ്ങളുണ്ട് അല്ലേ. അതിൽ ചില ചോദ്യങ്ങളുമായിട്ടാണ് ഇന്ന് മിസ് വന്നിട്ടുള്ളത്. ആദ്യത്തെ ചോദ്യം ഇതാണ്. ഇവിടെ ഒരാൾ കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുന്നുണ്ട്. നമ്മുടെ കൊഴുപ്പടങ്ങിയിട്ടുള്ള ആഹാരമൊന്നും അധികം കഴിക്കരുത് എന്നാണ് എല്ലാവരും പറയുന്നത്. സോ പറയുവാണ്, സോ ഫ്രം ടുഡേ ഐ വിൽ അവോയ്ഡ് ഫാറ്റി ഫുഡ്സ് കംപ്ലീറ്റ്ലി അല്ലേ. ഞാൻ ഭക്ഷണത്തിൽ നിന്ന് കൊഴുപ്പ് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പോവുകയാണ്. എന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, ഡു യു അഗ്രി വിത്ത് ദിസ് ഡിസിഷൻ ജസ്റ്റിഫൈ അല്ലേ. ഈ ഒരു തീരുമാനത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ, ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് പറയുവാണ്. സോ നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റും ഈ ഒരു തീരുമാനം എന്ന് പറയുന്നത് എന്തല്ല, ശരിയല്ല അല്ലേ. അപ്പൊ നോ എന്നുള്ളത് ഒരു ആൻസർ എന്ന് പറയുന്നത് നമുക്ക് കറക്റ്റ് ആയിട്ട് ഒന്നും ആലോചിക്കാതെ തന്നെ നമുക്ക് പറയാം. കാരണം നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്, കൊഴുപ്പ് ഫാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ കുറഞ്ഞ അളവിലാണെങ്കിൽ പോലും ആവശ്യമായിട്ടുള്ള ഒരു ന്യൂട്രിയന്റ്, ഒരു പോഷക ഘടകം തന്നെയാണ്. അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, യെസ്, ചില വിറ്റാമിനുകൾ, ചില ജീവകങ്ങൾ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, കൊഴുപ്പിൽ മാത്രമേ ഡിസോൾവ് ആവുള്ളൂ. അപ്പൊ അത് നമ്മുടെ ശരീരത്തിന് ലഭിക്കണമെങ്കിൽ നമ്മുടെ ബോഡിയിൽ എന്തുണ്ടായിരിക്കണം, ആ വിറ്റാമിനുകൾ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കുറച്ചാണെങ്കിലും കൊഴുപ്പ് അല്ലെങ്കിൽ ഫാറ്റ് ഉണ്ടായിരിക്കണം അല്ലെ. ആ അളവിലുള്ള ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ വേണം. എന്നാൽ ഓവർ ആവുമ്പോഴാണ് അത് എന്താവുന്നത്, ഡിസീസസ് ആയിട്ട്, പലതരത്തിലുള്ള അസുഖങ്ങളായിട്ട് മാറുന്നത്. ഇപ്പൊ ഫാറ്റിൽ മാത്രം ഡിസോൾവ് ആവുന്ന വിറ്റാമിനുകളാണ് ഏതൊക്കെ, വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഇ, വിറ്റാമിൻ കെ അല്ലെ. ആ ഒരു ഓർഡറിൽ തന്നെ നമുക്ക് ഓർത്തു വയ്ക്കാം. എന്നാൽ ഈ പറയുന്ന വാട്ടറിൽ ഡിസോൾവ്ഡ് ആവുന്ന വിറ്റാമിൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് WBC അല്ലെ, WBC എന്ന് പറയുന്ന ആ ഒരു കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഓർത്തു വെക്കാം. വിറ്റാമിൻ ബിയും വിറ്റാമിൻ സിയും മാത്രമാണ് വാട്ടറിൽ സോല്യൂബിൾ ആവുന്നത്. ബാക്കി എല്ലാ വിറ്റാമിനുകളും എന്താണ്, ഫാറ്റ് സോല്യൂബിൾ ആണ്. സോ ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം ഒട്ടും, നമുക്ക് ഫാറ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് മതി, ഒരുപാട് വേണമെന്നല്ല, അല്ലാതെ നമ്മൾ ഒട്ടും എന്ത് ചെയ്യരുത്, അത് ഒഴിവാക്കാനേ പാടില്ല. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ചോദ്യം പല രീതിയിൽ എന്ത് ചെയ്യാറുണ്ട്, റിപ്പീറ്റഡ് ആയിട്ടൊക്കെ ചോദിച്ച് കാണാറുണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്, നെയിം ദ ഡെഫിഷ്യൻസി ഡിസീസസ് സീൻ ഇൻ ദീസ് ചിൽഡ്രൻ അല്ലെ. ഇവിടെ രണ്ട് കുട്ടികൾ തന്നിട്ടുണ്ട്, കുട്ടികളുടെ സിംറ്റംസ് ആണ് തന്നത്. ഒന്നാമത്തെ കുട്ടിക്ക് എന്താണ്, മൗത്ത് സോഴ്സ് അല്ലെ, വായിൽ വ്രണങ്ങളുണ്ട്. അതുപോലെ തന്നെ പസ് ആൻഡ് ബ്ലീഡിങ് ഓഫ് ഗംസ് ആണ്, മോണയിൽ പഴുപ്പും രക്തസ്രാവവും ഉണ്ട്. രണ്ടാമത്തെ കുട്ടിക്കാണെങ്കിൽ രക്തക്കുറവ്, വിളർച്ച, അമിതമായ ക്ഷീണമാണ് അല്ലെ, ലാക്ക് ഓഫ് ബ്ലഡ് ആണ്, എക്സസീവ് ഫാറ്റിക്, ഭയങ്കര ക്ഷീണമൊക്കെ തോന്നുകയാണ്. അപ്പൊ ഇതിന്റെ ആൻസേഴ്സ് എന്ന് പറയുന്നത്, ഇത് അറിയണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഡെഫിഷ്യൻസി ഡിസീസസ് നമ്മൾ പഠിക്കണം അല്ലെ. ആ ഡിസീസസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമുണ്ട്, വായ്പുണ്ട്, വായിൽ വ്രണം വരുന്നു. അതുപോലെ തന്നെ എന്താണ്, മോണയിൽ പഴുപ്പും രക്തസ്രാവവും ഒക്കെ വരുന്നത് ഏത് അസുഖങ്ങൾ കൊണ്ടാണ്, വിറ്റാമിൻ ബിയുടെയും വിറ്റാമിൻ സിയുടെയും ഡെഫിഷ്യൻസി ആയിട്ട് വരുന്ന വായ്പുണ്ണും സ്കർവിയും അല്ലെ. വിറ്റാമിൻ ബിയും വിറ്റാമിൻ സിയും, മൗത്ത് സോഴ്സും സ്കർവിയും ആണ് നമ്മുടെ ആൻസേഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ അടുത്ത കുട്ടിക്ക് നമ്മൾ കണ്ടു രക്തക്കുറവാണ് പറയുന്നത് അല്ലെ. അത് എന്തിന്റെ അഭാവമാണ്, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അവിടെ ഇരുമ്പ് അല്ലെ, നമ്മുടെ അനീമിയ എന്ന് പറയുന്ന അസുഖം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അയേൺ ഡെഫിഷ്യൻസി ആണ്, ലാക്ക് ഓഫ് ബ്ലഡും അല്ലെ, പറഞ്ഞ പോലെ നമുക്ക് വിളർച്ചയും ഒക്കെ തോന്നുന്നത് എന്താണ്, അയേണിന്റെ, ഇരുമ്പിന്റെ അഭാവം കൊണ്ടാണ്. സോ ഒന്നാമത്തെ കുട്ടി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, മൗത്ത് സോഴ്സ് അല്ലേ. മൗത്ത് സോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ വായ്പുണ്ണാണ്, വായ്പുണ്ണ് അഥവാ നമുക്ക് മൗത്ത് സോഴ്സ് എന്ന് തന്നെ പറയാം. രണ്ടാമതായിട്ട് ഒന്നാമത്തെ കുട്ടിക്ക് രണ്ട് സിംറ്റം ഉണ്ടായിരുന്നു അല്ലെ. മറ്റൊന്ന് എന്താണ്, യെസ്, നമ്മുടെ മോണയിൽ പഴുപ്പും രക്തസ്രാവവും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പസ് ആൻഡ് ബ്ലീഡിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ സ്കർവി, വിറ്റാമിൻ സിയുടെ അഭാവം കൊണ്ടുണ്ടാവുന്ന സ്കർവിയും നമുക്ക് ആൻസർ ആയിട്ട് മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ മിസ് ഇവിടെ ഈ ഒരു ടേബിൾ വെക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇത് രണ്ടും മാത്രം പഠിച്ചു വെക്കാനല്ല, പകരം എന്താണ്, ഈ ഡെഫിഷ്യൻസി ഡിസീസസ് എല്ലാം എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. സോ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ ഇനിയും പഠിക്കാനുണ്ട് അല്ലെ. സോ അതിന്റെ കൂട്ടത്തിൽ ഒരു കിടിലൻ ഓഫർ കൂടെ നിങ്ങളെടുത്ത് പറയുകയാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ സൈലത്തിൽ, നമ്മുടെ വജ്ര ബാച്ചിൽ ഇപ്പം നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 10% ഡിസ്കൗണ്ടോട് കൂടിയിട്ട് നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതിന് FTE10 എന്ന് പറയുന്ന ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ മാത്രം മതിയാവും. അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ ടാബ്ലറ്റ് ഓഫറും കൂടെ അവിടെ ഉണ്ട്. അതായത് കുറഞ്ഞ പൈസയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ടാബ് കൂടെ സ്വന്താക്കാം ഈ പറയുന്ന ക്ലാസ്സുകൾ കാണാൻ വേണ്ടിയിട്ടായിട്ട്. സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.